ഈ കാണുന്ന ട്രീറ്റ്മെന്റ് ഇതൊരു ഇലക്ട്രോ കോട്ടറി ഉപയോഗിച്ചുകൊണ്ട് ഒരു വാർട്ട് ഒരാളുടെ വിരലിലുള്ള വാർട്ട് കരിച്ചു കളയുന്ന ഒരു ചികിത്സയാണ്. ഇതിന് ആയുർവേദത്തിലെ അഗ്നികർമ്മം എന്നാണ് പറയുന്നത്. അഗ്നികർമ്മം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് സുശ്രുത സംഹിതയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. പണ്ട് കാലത്ത് വ്യാപകമായി ചെയ്തു വന്നിരുന്നതാണ്. അഗ്നികർമ്മം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ശലാക എന്ന് പറയുന്ന ഒരു ലോഹം കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ ഒക്കെയുള്ള ഒരു ഉപകരണം. ആ ഉപകരണം ഒരു നീണ്ട കമ്പി പോലെയുള്ള ഒരു ഉപകരണം. ആ ഉപകരണം ചൂടാക്കിയതിന് ശേഷം, തീയിൽ കാണിച്ച് ചൂടാക്കിയതിന് ശേഷം അത് പഴുപ്പിച്ച് ചുട്ട് പഴുത്തതിന് ശേഷം അത് അസുഖങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഈ മുഴകള്, അതുപോലെ ചെറിയ ചെറിയ അരിമ്പാറ പോലത്തെ സാധനങ്ങൾ, അതുപോലെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ, നിർത്താതെ ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അത് നിർത്താൻ വേണ്ടിയിട്ട്, അതുപോലെ ശരീരത്തിൽ എവിടെയെങ്കിലും ഭയങ്കരമായ വേദനകൾ, നമുക്ക് തീവ്രമായി നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകൾ ഉണ്ടെങ്കിൽ ആ വേദനകളെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയായിരുന്നു അഗ്നികർമ്മം എന്ന് പറയുന്നത്. ഇലക്ട്രോ കോട്ടറി എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ അഗ്നികർമ്മമാണോ എന്ന് ചോദിച്ചാൽ അഗ്നികർമ്മത്തിന്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. മോഡിഫൈഡ് അഗ്നികർമ്മം എന്ന് പറയാം. കാരണം ഇത് മോഡിഫൈഡ് അഗ്നികർമ്മം എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗ്നികർമ്മത്തിൽ നമ്മൾ തീയിൽ ഡയറക്റ്റ് കാണിച്ച് അതിന്റെ ടിപ്പ് ചൂടാക്കിയിട്ടാണ് ഇത് കരിച്ചു കളയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ ഇലക്ട്രോ കോട്ടറിയിൽ കറണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് അതിന്റെ ടിപ്പിൽ ടിഷ്യൂ വൈബ്രേഷൻ ഉണ്ടാവുകയും അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസമാണ് ഇതുള്ളത്. പക്ഷേ ഇതൊരു തരത്തിൽ അഗ്നികർമ്മത്തിൽ നിന്നും മോഡിഫൈ ചെയ്ത് വന്നിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ അഗ്നികർമ്മം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഇത് ഈ വാർട്ടുകളൊക്കെ കരിച്ച് കളയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നു. ഇത് വാർട്ടുകൾ കരിച്ച് കളയാൻ വേണ്ടി മാത്രമല്ല, ഇലക്ട്രോ കോട്ടറി മറ്റ് പല സർജറികൾക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വാർട്ട് കരിച്ച് കളയുന്നതിന് വേണ്ടിയിട്ട് കാണുന്നതാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന ചികിത്സ.